ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് രതീഷിനെ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇജക്റ്റ് ആക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എവിക്ഷൻ അല്ല, ഇജക്ഷൻ. ഓക്കെ, വോട്ടിങ്ങിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് എവിക്ഷൻ. ഇജക്ഷൻ എന്ന് പറയുന്നത് പുറത്ത് എന്തൊക്കെയോ ഇഷ്യൂസ് കാരണമൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് പുറത്താക്കുക എന്നുള്ളതാണ് പറയുന്നത്. അറിഞ്ഞിടത്തോളം 95% സംഭവം സത്യമാണ് എന്നാണ് പല ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ പല ജെന്യുനായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ഗെയിമിനകത്ത് ഗേ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ചേട്ടനെ പറഞ്ഞതിനെ തുടർന്ന് സുരേഷ് ചേട്ടൻ്റെ ഫാമിലിയൊക്കെ പ്രശ്നം ഉണ്ടാക്കി, കേസ് കൊടുത്തു എന്നൊക്കെ അറിയാം. ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാധ്യമം വഴി ഒരാളിനെ ഗേ എന്നൊക്കെ വിളിച്ച് അവഹേളിക്കുന്നത് ഒരാളെ അങ്ങനെ കളിയാക്കുന്നതിന് തുല്യം തന്നെയാണ്. അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കളിയാക്കുന്നത് ഭയങ്കര ശിക്ഷാർഹമായിട്ടുള്ള ഏകദേശം 10 ലക്ഷം രൂപ എത്ര വർഷം തടവൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത്. ഡീഫാമേഷൻ ആണ് സത്യം പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രതീഷിനെ ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിനിപ്പോൾ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. കാര്യം രതീഷ് പുള്ളിക്കാരൻ അത്യാവശ്യം പുറത്ത് ആദ്യം കോമാളി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല കോണ്ടന്റ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആളായിരുന്നു രതീഷ് എന്ന് പറയുന്നത്. കാര്യം ഈ അസി റോക്കിയുടെ കേസിലാണെങ്കിൽ അസി റോക്കി വളരെ വലുതായിട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു എക്സ്പ്രഷൻ ഇട്ട് തന്നെ ആ ഒരു ഗെയിമിൻ്റെ ഒരു രീതി മൊത്തത്തിൽ മാറ്റിയ വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഭയങ്കരമായിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരകത്തുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനായിട്ടൊക്കെ സാധിച്ചു. അതിനൊക്കെ തന്നെ ജിൻഡോ ആയിട്ടുള്ള ഒരു കോംബോ അവർ ജയിലിൽ കിടക്കുമ്പോൾ കാണിക്കുന്നതാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞെങ്കിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന രതീഷ്. അപ്പോൾ അറിയാൻ വയ്യ. പിന്നെ അതിനൊക്കെ തന്നെ രാജ് ടാക്സ് ഉൾപ്പെടെയുള്ള പല വിവി ഹിയർ ഉള്ള പല ചാനലിലും പറയുന്ന ഒരു 2 ഷൂട്ട് അവിടെ നടത്തിയിട്ടുണ്ട്, അതിൽ ഔട്ട് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്നുള്ളതെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഉടനെ തന്നെ TV-യിൽ വരുമ്പോഴത്തേക്ക് അറിയാം, ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുമ്പോൾ അറിയാം പുറത്താക്കിയോ ഇല്ലേ എന്നുള്ളത്. പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ ആ ഒരു കാരണം വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ്, പുറത്താക്കിയത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അല്ലാണ്ട് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും പുള്ളിയെ പുറത്താക്കാൻ പറ്റത്തില്ല. കാര്യം ഏറ്റവും കൂടുതൽ ഗെയിമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് പുള്ളി. എന്തായാലും സീരിയസ്ലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ പുള്ളി വേണം, ഗെയിമിൽ പുള്ളി ഉണ്ടെങ്കിലേ രസം ഉണ്ടാവത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഉടനെ തന്നെ പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ കാണും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെച്ചേക്കുക. ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് മാത്രമല്ല ബാക്കിയുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എങ്ങനെ